ഹായ് ഫ്രണ്ട്സ്, നാളത്തെ +1 ആൻഡ് +2 എക്സാം. +1 വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷാണ്, എല്ലാവർക്കും ഇംഗ്ലീഷുണ്ട്. +2 വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. കമ്പ്യൂട്ടർ സയൻസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ ഉണ്ട്. എല്ലാം റെയർ കോമ്പിനേഷനിലുള്ളതാണ് +2 വിദ്യാർത്ഥികൾക്ക്. +1 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സയൻസ് സ്റ്റുഡൻസിനൊന്നും ഇംഗ്ലീഷ് അത്ര മെജോറിറ്റിക്കും ഇംഗ്ലീഷ് അത്ര ബുദ്ധിമുട്ടായി തോന്നാറില്ല. കുറച്ച് പേർക്ക് മാത്രമാണ് ഇംഗ്ലീഷിനെ പേടിയോടെ കാണേണ്ടി വരാറ്. എന്നാൽ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിൽ വലിയൊരു ശതമാനത്തിന് ഇംഗ്ലീഷ് ഒരു വലിയൊരു വെല്ലുവിളിയായി വരാറുണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് സ്റ്റുഡൻസിൻ്റെ ചെറിയൊരു ശതമാനമാവട്ടെ, അതുപോലെ കുറച്ച് സയൻസ് സ്റ്റുഡൻസും ഇംഗ്ലീഷിനെ എങ്ങനെ നോക്കിക്കാണണം. ഇംഗ്ലീഷ് നമുക്കറിയാം വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ ഒത്തിരി മൂല്യവത്തായ സ്റ്റോറീസ് അടങ്ങിയിരിക്കുന്ന, അതേസമയം ജനറലായി ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന, ഗ്രാമർ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി നമ്മുടെ മാർക്കിനെ ബാധിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, അതായത് അതൊക്കെ കൂടുതലും ബാധിക്കുന്നത് A+ വാങ്ങണം, ഫുൾ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. എന്നാൽ ഒരു പാസ് മാർക്ക് വാങ്ങുക, ഡബിൾ പാസ് മാർക്ക് വാങ്ങുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് നിങ്ങൾക്ക് വലിയ ലാംഗ്വേജ് സ്കില്ലൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ, അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അവർ തന്നിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ നോട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്കും ഡബിൾ പാസും ഒക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മിനിമം പാസ്സല്ല, ഡബിൾ പാസ് തന്നെ ആയിരിക്കണം മിനിമം നിങ്ങളുടെ ലക്ഷ്യം. മാക്സിമം നമുക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ A+ എന്ന ലക്ഷ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം ഇംഗ്ലീഷിൽ ജനറലായി ക്വസ്റ്റ്യൻസ് വരും. ലെറ്റർ പ്രിപ്പയർ ചെയ്യുക, നോട്ടീസ് പ്രിപ്പയർ ചെയ്യുക, മെയിൽ, അതുപോലെ തന്നെ അപ്രീസിയേഷൻ, ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പ്രൊഫൈൽ തയ്യാറാക്കുക, ഇങ്ങനെയുള്ള ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ജനറലായിരിക്കുന്ന ഇതൊക്കെ ഹൈ മാർക്സിന് ചോദിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു ഏരിയകളൊക്കെ എങ്ങനെ, അതായത് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ മിനിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അല്ലെങ്കിൽ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ മിനിമം ശ്രദ്ധിക്കേണ്ട ഇന്ന ഘടന, അതിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു ലെറ്റർ മെയിൽ തയ്യാറാക്കുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട ഫോമൽ ലെറ്റർ ആവട്ടെ, ഇൻഫോമൽ ലെറ്റർ ആവട്ടെ, അപ്പോൾ ഇതിനൊക്കെ ഓരോ ഘടനയുണ്ട്. ആ ഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ സ്ട്രക്ചർ എഴുതി അതിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ ലാംഗ്വേജ് എബിലിറ്റി ഇല്ല എങ്കിൽ പോലും മിനിമം കണ്ടൻറ്റ് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യനുള്ള മാക്സിമം മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ജനറലായ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഘടന കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ പോകുക. വളരെ ശ്രദ്ധയോടുകൂടി അത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ആവട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയുള്ള ക്യാരക്ടർ സ്കെച്ചോ അപ്രീസിയേഷനോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ ആ ടെക്സ്റ്റ് ബുക്ക് ലാംഗ്വേജ് എബിലിറ്റി നന്നായി ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റോറി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പക്ഷേ ലാംഗ്വേജ് സ്കിൽ ഇത്തിരി കുറവാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഒരാഴ്ച കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് ഏതൊരു ലാംഗ്വേജിൻ്റെയും സ്കില്ല് വർദ്ധിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ടീച്ചേഴ്സ് ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും. അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി അങ്ങ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്കൊന്നും എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമ്മറി അവിടെ എഴുതി വെക്കുക. ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ നിങ്ങൾ പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് മാത്രമല്ല, ഡബിൾ പാസ് നിങ്ങൾക്ക് ഉറപ്പിക്കാനും പറ്റും. അതേസമയം A+ ഫുൾ മാർക്കൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് നന്നായി റീഡ് ചെയ്തിരിക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററും നന്നായി വായിച്ചിട്ടുണ്ടാവണം. അതോടൊപ്പം ഓരോ ജനറലായുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആൻസർ ചെയ്യുന്നതിനെക്കുറിച്ചും ജനറൽ എസ്സേയെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഒന്നെങ്കിലും എടുത്തിട്ട് ഇപ്പോൾ നോക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. മാത്രമല്ല, നിങ്ങളിപ്പോൾ +1 വിദ്യാർത്ഥികൾ ഓൾറെഡി സെക്കൻഡ് ലാംഗ്വേജ് എക്സാം എഴുതി, അപ്പോഴും നിങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം ഇവിടെയും നിങ്ങൾ എക്സാമിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് സമയം തികയുന്നില്ല എന്ന്. നന്നായി ഇംഗ്ലീഷ് എഴുതാൻ പറ്റുന്ന കുട്ടികൾക്കൊന്നും മിക്കപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് അഭിമുഖീകരിച്ച് കാണാറുണ്ട്, അല്ലെങ്കിൽ സമയം തികയാത്ത ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതായത് നിങ്ങൾ ഈ ഇംഗ്ലീഷ്, അതായത് ലാംഗ്വേജ് എക്സാം എഴുതുമ്പോൾ സമയത്തിന് കൂടി പ്രാധാന്യം കൊടുക്കണം. ഓരോ ക്വസ്റ്റിനും ഓരോ ഏരിയയും എഴുതുമ്പോൾ നമ്മുടെ സമയം ഇനി എത്ര ബാക്കിയുണ്ട്, ഇനി എനിക്ക് എത്ര എഴുതാനുണ്ട് എന്ന് മനസ്സിലാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ നിർബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കേണ്ട എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കണ്ടെത്തി എഴുതിയിട്ട് മാത്രമേ ഹാളിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ.
കാരണം ചില ക്വസ്റ്റ്യൻസ് അങ്ങ് അല്ലെങ്കിൽ 8 മാർക്സിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടു പോയാൽ പിന്നീട് നമ്മളുടെ മാർക്സ് തന്നെ താഴോട്ട് വന്നു. പിന്നെ 80-ലല്ല, ഒരു 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വിട്ടാൽ പിന്നെ 72-ലാണ് നമ്മുടെ മാർക്ക് തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി പാടില്ല. സമയത്തിന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നന്നായി വർക്ക് ചെയ്യുക. മനസ്സിലാക്കി, വെറും ബൈ ഹാർട്ടല്ല, മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചോളൂ. നിങ്ങൾ ഇംഗ്ലീഷിൽ സ്കില്ല് കുറവുള്ള കുട്ടികളാണ്, അല്ലാത്തവർ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതിയാകും. ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവരും പാസ്സാവണം. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പാസ്സാവുന്നതിനപ്പുറം ഡബിൾ പാസ് ഇക്കൊല്ലം തന്നെ ഈ ഫസ്റ്റ് ഇയർ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ലാംഗ്വേജ് സ്കില്ലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ A+ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങൾക്കതിന് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.